ഹായ് ഹലോ സ്റ്റിച്ചിങ് നോഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്രിസ്മസ് തീമിലുള്ളൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ കട്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു 2 to 3 years ബേബിക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു സ്കേർട്ടാണ്. ഈ സ്കേർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ബാക്കി വന്ന ഒരു നെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ വീതിയും നീളവും എത്രയുണ്ടെന്നൊന്ന് നോക്കാം. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 12 ഇഞ്ചസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റത്ത് ഇതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഡിസൈനായിട്ട് താഴെ നിന്നോട്ടെ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇനി നമുക്കിതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് നോക്കാം. ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 52 or 53 ഇഞ്ചസ് ആണ് കേട്ടോ. ഇത് നമ്മൾ ബാക്കി വന്ന ക്ലോത്ത് ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയാതെ എടുക്കുകയാണ് ചെയ്തത്. നല്ല ഫ്രില്ല് അത്യാവശ്യം കിട്ടുന്നത് അതുപോലെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടൊരു ലൈനിങ് കട്ട് ചെയ്യണം. ഈ ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെയിൻ ക്ലോത്തിനേക്കാളും കുറവായിരിക്കണം ഇതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതൊരു 11 ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ വേസ്റ്റിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് 14.5 ഇഞ്ചസ് ആണ് കേട്ടോ. നമുക്ക് ടോട്ടൽ എത്രയാണോ അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 14 ആണ്. 14 പിന്നെ അതുപോലെ തന്നെ നമുക്കത് കൂട്ടി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ചും കൂടെ ഏകദേശം എടുത്തിട്ടുണ്ട്. നമ്മളൊരു 14.5 ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്ക് ഒത്തിരി ടൈറ്റ് ആവാതെയും അതുപോലെ തന്നെ ലൂസ് ആവാതെയും വേണം ഇലാസ്റ്റിക് വരാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ നീളം എത്രയാണെന്ന് നോക്കാം. ഈ ഒരു തുണിയുടെ നീളം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇലാസ്റ്റിക് എത്രയാണോ അതിനേക്കാളും ഇരട്ടി വേണം നമ്മൾ ഈ ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഞാനിവിടെ ഇത്രയും നീളത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വീതിയാണ്. വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 ഇഞ്ചസ് ആണ് കേട്ടോ. ഒരു 1/2 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതും അതുപോലെ തന്നെ ഇലാസ്റ്റിക് അതിനുള്ളിൽ കൂടി കടന്നു പോകാനുള്ളതുമായിട്ടുള്ള സ്പേസ് വേണം. ഇനി നമ്മൾ ഈ ഒരു നല്ല തുണിയും അതുപോലെ തന്നെ ലൈനിങ് തുണിയും തമ്മിലൊന്ന് ഒരുപോലെ വെച്ചതിന് ശേഷം ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നമ്മൾ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇവിടെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും അതുപോലെ തന്നെ നെറ്റിൻ്റെ ക്ലോത്തും കൂടെ തമ്മിൽ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ബാൻഡ് അറ്റാച്ച് ചെയ്യണം. വേസ്റ്റ് ബാൻഡിൻ്റെ തുണിയും നമ്മൾ ഇതുപോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരറ്റം സ്കേർട്ട് പാർട്ടിൻ്റെ ഈ ഒരറ്റം വേസ്റ്റ് ബാൻഡിലോട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബേബിയുടെ വേസ്റ്റിൻ്റെ അളവിനനുസരിച്ച് നമുക്കിതൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുഞ്ഞു കുഞ്ഞു ഫ്രിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്ര ഹാർഡല്ലാത്ത കുഴഞ്ഞൊരു നെറ്റ് പീസാണ് കേട്ടോ. ഇതൊരു ഷോളായിരുന്നു. അപ്പം അതിൽ ബാക്കി വന്ന കഷ്ണം ഞാൻ സ്കേർട്ടിന് യൂസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ സ്കേർട്ട് പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള വേസ്റ്റ് ബാൻഡ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ വേണം നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടെടുക്കാം. ഇതാ നമ്മളിപ്പോൾ അങ്ങനെ ഇലാസ്റ്റിക് വെക്കാനുള്ള ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം എല്ലാ ഭാഗവും ഒന്ന് തയ്ച്ചെടുക്കാൻ. ഈ ഗ്യാപ്പിലൂടെ വേണം കേട്ടോ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സ്കേർട്ട് 2 സൈഡും കൂട്ടി തയ്ച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ ഇലാസ്റ്റിക് ബാൻഡ് വെക്കാനായിട്ട് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ക്രിസ്മസ് തീമിലുള്ള ഒരു ഡ്രസ്സായിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് നെറ്റും
അതിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീഷർട്ടാണ്. ഈ ടീഷർട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്, എങ്ങനെയാണ് ഡിസൈൻ കൊടുത്തത് എന്നുള്ളത്. എല്ലാവരും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.